ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കടത്തിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ട ദിവസം കൂടിയാണിന്ന്. പ്രത്യേക അന്വേഷണ സംഘം 6 ആഴ്ചക്കകം അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകളിൽ അല്ലെങ്കിൽ ഇടപാടുകളിൽ ദുരൂഹതയുണ്ട് എന്നും വൻ ഗൂഢാലോചന നടന്നതായും കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോടതിക്ക് അങ്ങനെ ബോധ്യപ്പെടാൻ ഇപ്പോൾ ഇടയായത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ അത് ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് നടത്തിയ അന്വേഷണ അന്തിമ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ്. സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം ആരംഭിക്കേണ്ടത് എന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. ദേവസ്വം വിജിലൻസിന്റെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച് വിശദമായ ഇടക്കാല ഉത്തരവാണ് ദേവസ്വം ബെഞ്ച് പുറപ്പെടുവിച്ചത്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി, ചില ദേവസ്വം ഉദ്യോഗസ്ഥർ, സ്മാർട്ട് ക്രിയേഷൻസ് എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്ന് കോടതി വിലയിരുത്തി. 2019 സ്വർണ്ണപ്പാളിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതെങ്കിലും രേഖകളിൽ അത് ചെമ്പുപാളിയായി മാറി. ചെമ്പുപാളി എന്ന് ദേവസ്വം ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയത് ബോധപൂർവമാണ്. ഇതിലെല്ലാം വൻ ഗൂഢാലോചന നടന്നു. ദേവസ്വം കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് അന്വേഷിക്കണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകൾ ദുരൂഹമാണ്. സ്വർണം വേർതിരിച്ചെടുക്കാൻ സാങ്കേതിക വൈദഗ്ധ്യമോ പരിജ്ഞാനമോ ഇല്ലാത്ത സ്മാർട്ട് ക്രിയേഷൻസിൽ പാളികൾ എത്തിച്ചതും ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കോടതി കണ്ടെത്തി. തിരിമറി നടന്നു എന്ന് വിലയിരുത്തിയ ദേവസ്വം ബെഞ്ച് നിഷ്പക്ഷമായ അന്വേഷണത്തിന് SITക്ക് നിർദ്ദേശം നൽകി. അന്വേഷണം 6 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കണമെന്നും 2 ആഴ്ചയിലൊരിക്കൽ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. SIT ഉദ്യോഗസ്ഥർ അന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് കൈമാറരുത്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മാത്രമേ വിവരങ്ങൾ നൽകാവൂ. വിജിലൻസ്, ക്രൈംബ്രാഞ്ച് SPമാരെ കൂടി SITയിൽ ഉൾപ്പെടുത്തിയ കോടതി സംസ്ഥാന പോലീസ് മേധാവിയെ കേസിൽ കക്ഷി ചേർത്തു. ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ട് ഇന്ന് തന്നെ ദേവസ്വം ബോർഡിന് കൈമാറാനും കോടതി നിർദ്ദേശിച്ചു. ബോർഡ് ഇത് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകണം. തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാകണം അന്വേഷണമെന്നും കോടതി വ്യക്തമാക്കി. 10 ദിവസത്തിന് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. കൈരളി ന്യൂസ്, കൊച്ചി.